അനുഭവ സമ്പത്തിനൊപ്പം യുവത്വത്തിന്റെ പ്രസരിപ്പും ബി.ജെ.പിയുടെ മാത്രം കൈമുതലാണ്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ മുതൽ താഴെത്തട്ടിൽ വരെ നിർണായക ചുമതലകളിൽ യുവാക്കളെ എത്തിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പിയുടെ ഭാവിയും സുരക്ഷിതമാക്കുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക് തിരിച്ച ബി.ജെ.പി ജനപ്രതിനിധികളുടെ കൂട്ടത്തിലെ യുവമുഖങ്ങളെ പരിചയപ്പെടാം. ഗൂഗിൾ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രത്യേകതയാണ് വലിയ പരിചയസമ്പത്തുള്ള ആളുകൾക്കൊപ്പം തന്നെ യുവജനതയ്ക്കും കൃത്യമായിട്ട് അവസരങ്ങൾ നൽകുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഡൽഹിയിലേക്കുള്ള ജനപ്രതിനിധികളുടെ യാത്രയിൽ കേരള എക്സ്പ്രസിലാണ്. ഈ കേരള എക്സ്പ്രസിൽ വെച്ച് രണ്ട് യുവ ജനപ്രതിനിധികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. 28-29 വയസ്സുള്ള രണ്ട് യുവാക്കളാണ്. അവർ ഈ പ്രായത്തിൽ തന്നെ ഒരു പഞ്ചായത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത് വിനയൻ, നീലംപേരൂർ, ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ചേട്ടാ നമസ്തേ. ഇങ്ങനൊരു അവസരം ലഭിച്ചു, പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്താണ് തോന്നുന്നത്? വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തിന്റെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കർഷക തൊഴിലാളികളൊക്കെ നിലനിൽക്കുന്ന പ്രവർത്തകരുടെ വലിയ വിജയത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് എനിക്കാണല്ലോ ഇവിടെ പോകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അത്തരം ഒരുപാട് പ്രവർത്തകരെ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ അവരുടെ പ്രതിനിധിയായിട്ട് പോകാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. ഒപ്പം ചേട്ടൻ 28 വയസ്സാണ് പ്രായം. ഈ പ്രായത്തിൽ ഒരു പഞ്ചായത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. അതിന് ബി.ജെ.പി നൽകിയിട്ടുള്ള അവസരം, അതിനെയൊക്കെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജനപ്രതിനിധിയായ ഒരു വ്യക്തിയാണ് ഞാൻ. 24ാമത്തെ വയസ്സിൽ എൻ്റെ വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ LC സെക്രട്ടറിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ടൈമിൽ ജനപ്രതിനിധിയായത്. ആ പ്രാവശ്യം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിലാകമാനം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും 7 ജനപ്രതിനിധികൾ ജയിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ അധികാരത്തിലെത്തുകയും പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ പ്രസിഡന്റാകാൻ നിർദ്ദേശിച്ചതും എന്നെയാണ്. ബി.ജെ.പിയുടെ ആ ഒരു നീക്കത്തെ, സമീപനത്തെ വളരെയധികം ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്നു. തീർച്ചയായിട്ടും എന്തായാലും ബി.ജെ.പിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മളോടൊപ്പം ഇപ്പോൾ പത്തനംതിട്ട ഓമല്ലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആതിര കൂടി ചേരുകയാണ്. ചേച്ചി നമസ്തേ. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് പാർട്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. ആ ഒരു നിയോഗത്തെ എങ്ങനെയാണ് നോക്കുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ എന്റെ കൂടെ ആ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തകർക്കും ഈ നിമിഷത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അവരുടെ കഠിനമായ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അതിലൊരുപാട് അഭിമാനത്തോടാണ് ഞാൻ ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട നമ്മുടെ മോദിജിയെ കാണാൻ നമ്മൾ എത്രയോ ദിവസങ്ങളിലൊന്ന് നോക്കി 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 1000കണക്കിന് ആളുകൾ വന്നിരിക്കുന്ന ഒരു വേദിയിൽ നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി നിന്ന സമയത്തും അടുത്തൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ അവസരം നേരിട്ട് ലഭിച്ചിരിക്കുകയാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ സാധാരണ ഒത്തിരി അനുഭവ സമ്പത്തുള്ളവരൊക്കെയാണ് ഇപ്പൊ ഈ സ്ഥാനത്തേക്കൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഈ അങ്ങനെ ഒരു പദവിയിലേക്ക് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും ആശങ്കകളോ അങ്ങനെ പരിഭ്രമമോ ഒക്കെ ഉണ്ടായിരുന്നോ? അത് ഇപ്പോഴെങ്ങനെയാണ് അതിന്റെ സ്ഥിതി? ഉണ്ടായിരുന്നു. ആദ്യം കയറിയ സമയത്ത് എന്താ ചെയ്യേണ്ടേ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൽ വന്നപ്പോഴത്തേനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എന്തായാലും രണ്ട് യുവ പ്രതിനിധികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി എന്ന രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം സാധ്യമാകുന്ന ചില കാര്യങ്ങളാണിത്. അനുഭവ സമ്പത്തിനൊപ്പം യുവത്വവും അധികാര സ്ഥാനങ്ങളിലേക്ക് കൃത്യമായി കൊണ്ടുവരിക, നിയോഗിക്കപ്പെടുക, ആ രീതിയിൽ നാടിന്റെ വികസനത്തിന് യുവത്വം കൂടി മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ളത് ഈ രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള എക്സ്പ്രസിൽ നിന്നും അനീഷ് കട്ടക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.